നമ്മളിന്നൊരു യാത്രയിലാണ്. യാത്ര തുടങ്ങുന്നത് കോട്ടപ്പുറം മുസ്ലിക്സ് ലേക്ക് ഷോർ പാർക്കിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ബോട്ടിങ്ങിനൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ റൈഡൊന്നുമല്ല, കുറച്ച് കളിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുട്ടികൾ കയറി അവരൊന്ന് റെസ്റ്റ് എടുക്കണം. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് അഴീക്കോട് മുനക്കൽ ബീച്ചിലോട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ബീച്ചുകളിലൊന്നാണ് മുനക്കൽ ബീച്ച്. നമ്മൾ സാധാരണ വരാറില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായി. അപ്പോൾ കാർ പാർക്കിങ്ങിന് 20 രൂപ, 30 രൂപയാണ് കാർ പാർക്കിങ്ങിനൊക്കെ ഫീസ് ഉണ്ട്. അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു നടപ്പാത നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നല്ലൊരു നടപ്പാത ഉണ്ട്. അപ്പോൾ ഈ നടപ്പാതയുടെ വലത്ത് വശത്തായിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള കളിക്കുന്ന ഏരിയ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് മാത്രമേ ഫീസുള്ളൂ, വലിയവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുട്ടികൾക്ക് അവിടെ ഫീസ് വരുന്നത്. ഒരു കുട്ടിക്ക് 10 രൂപ എന്നുള്ള നിരക്കിലാണ് നമുക്ക് കയറാവുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഇവർക്ക് കളിച്ചിരിക്കാനും ഓടിക്കളിക്കാനും പറ്റിയ ഒരു ഏരിയ തന്നെയാണിത്. ഒരു വലിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ റൈഡൊക്കെ കുട്ടികൾക്ക് ഉള്ളതാണ് കേട്ടോ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള റൈഡുകളാണ് ഇത് കംപ്ലീറ്റ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബീച്ചിലോട്ട് പോകാൻ. അപ്പോൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ ഇഷ്ടം പോലെ ഇവിടെ കളിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ചെറിയൊരു മണ്ഡപം പോലെ കണ്ടില്ലേ, ചെറിയൊരു വിശ്രമ കേന്ദ്രം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബീച്ചിലോട്ട് പോകാനായിട്ട് കുട്ടികളെയും കൂട്ടി. അപ്പോൾ വലിയ വെയിലൊന്നുമില്ല കേട്ടോ, കാര്യമായിട്ട് വെയിലൊന്നുമില്ല. എന്നിരുന്നാലും കുറച്ച് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഉഷ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വെയിലില്ല നമുക്ക്. അല്ലെങ്കിൽ കടൽ തീരത്തോട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ നടപ്പാതയിൽ ഒന്ന് ചൂടായി കിടപ്പുണ്ടായിരുന്നു. കാരണം ചെരുപ്പ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോകാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നടപ്പാത ഒന്ന് ചൂടായി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്. മാത്രമല്ല, എന്തെങ്കിലും കഴിക്കണമെങ്കിലോ കുടിക്കണമെങ്കിലോ നമുക്ക് അതിനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഇത് ഇറങ്ങുമ്പോൾ തന്നെ, ഇപ്പോൾ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ട് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം വലിയ വിലയുടെയൊന്നുമല്ല, ചെറിയ വിലയുടെയാണ്. കുട്ടികളെ ആകർഷിക്കാവുന്ന പാകത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാർക്കിൽ നിന്നും ഇറങ്ങാൻ നേരായിട്ടുണ്ട്. കാരണം സന്ധ്യയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കടൽ കണ്ടിട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുട്ടികളെ വിളിച്ചിട്ട് കുട്ടികൾ വരുന്നുണ്ടായില്ല. അവർ ഒരുപാട് എൻജോയ് ചെയ്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടേക്ക് പോകാൻ നോക്കാം, നമുക്ക് ബീച്ചിലോട്ട് പോകാൻ നോക്കാം. അപ്പോൾ കുറച്ച് വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു ബീച്ച് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്തിനും ഒരു പരിമിതി ഉണ്ടല്ലോ, കാരണം ഇത്രയും ലാർജ് ഏരിയയാണിത്. എന്നിരുന്നാൽ പോലും നമുക്കധികം ചവറ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബീച്ചിൻ്റെ സൈഡിലായിട്ട് ആളുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരുവിധം അവർ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. അവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ കളിക്കണതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആ വക വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിന് അവർ ഏതെങ്കിലും മറവിൽ പോയി നിൽക്കോ കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോഴേ കണ്ടതാണ് ഒരു റൈഡ്. അപ്പോൾ ചെറിയൊരു നമ്മുടെ 4 വീലുള്ള ഇതാണ്, സൈക്കിളാണ്, മറ്റേ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ എന്നുള്ള നിരക്കിലാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത്. അപ്പോൾ കൂട്ടി പോകുമ്പോൾ എന്തായാലും 2 പേര് കയറുമ്പോൾ നമുക്കൊരു 200 രൂപ തോതിൽ നമുക്ക് ചിലവ് വരും. അപ്പോൾ 3 പേരൊക്കെ കയറ്റി പോകുന്നുണ്ട് കേട്ടോ. അത് എല്ലായ്പ്പോഴും സമ്മതിക്കുമെന്നറിയില്ല, കാരണം ഒരു കുട്ടി വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അതേപോലത്തെ കുറച്ച് വണ്ടികൾ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പോൾ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ക്യാമറയിൽ. അപ്പോൾ ഓട്ടോ അഡ്ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊന്ന് നമുക്കൊന്ന് നോക്കണം. ഇത് കൊറോണ കാലത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രതിമയാണ് കേട്ടോ.
അപ്പോൾ കൊറോണ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രതിമയാണ്. നമുക്കത് വലിയൊരു ആർട്ടാണ്. പക്ഷെ നമുക്കത് അത്രയും അറിവില്ല ഈ ഒരു കാര്യത്തെപ്പറ്റി. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായി, വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായി. മൂക്കിൻ്റെ തുമ്പത്ത് കൊറോണയുടെ ഒരു അടയാളം. അന്ന് കൊറോണ കാലത്ത് ഇത് ഫേമസ് ആയിരുന്നല്ലോ ഈ അടയാളം, എല്ലായിടത്തും ഈ അടയാളമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിമ ഒരുക്കിയിട്ടുണ്ട്. മിക്കവാറും ഇത് ഡാവിഞ്ചി സുരേഷ് ഏട്ടന് ഒരുക്കിയതാവാനാണ് ചാൻസ്. കാരണം പുള്ളിയാണ് കൂടുതലും നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുക്കി ചെയ്യുന്നതൊക്കെ. ഇവിടെ ഒരു കണ്ടതാണ് കേട്ടോ, ഒരു ടവർ ഇങ്ങനെ കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് മിക്കവാറും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായോ അല്ലെങ്കിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കുള്ളൂ. അപ്പോൾ ബന്ധപ്പെട്ട ആരുണ്ടായാലും അതിനെപ്പറ്റി ചോദിച്ചറിയാനായിട്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാതകൾ ഓൾറെഡി ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്, പുതിയ നടപ്പാതകൾ. അപ്പോൾ നമുക്ക് കടലിലെ ഒരു അടുത്ത് വരെ, തൊട്ടടുത്തല്ല, കുറച്ചും കൂടി എന്നാലും നമ്മൾ മണലിലൂടെ നടക്കണം. അപ്പോൾ അത്രയും മേലൊരു വാക്വേ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് എത്തുകയാണെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. കാരണം ബീച്ചിലൂടെ ഒരുപാട് താഴ്ന്നു പോകുന്ന മണലാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ബീച്ചിലൂടെ പോകും തോറും ആ മണലിന് ഒരു ലൂസായിട്ടുള്ള മണലാണ്. അപ്പോൾ നമുക്ക് ചെരുപ്പ് കൈ പിടിച്ചിട്ട് പോകേണ്ടി വരും. അതുമാത്രമല്ല, കുറച്ച് നമ്മുടെ ഷെല്ലുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ഈ ശംഖിൻ്റെ മറ്റേ മുള്ളുള്ള ടൈപ്പ് ശംഖൊക്കെ ഉണ്ട്, അത് പൊട്ടിക്കിടന്നിട്ട് കാലുമൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്ക് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗാനമേളയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ഇത് വോളിബോൾ കളിക്കുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, നെറ്റാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. വോളിബോൾ ആയിരിക്കണം. അപ്പോൾ രാവിലെ കളിക്കുന്നതായിരിക്കുള്ളൂ, അല്ലെങ്കിൽ സന്ധ്യ ആകുമ്പോൾ കളിക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇരുട്ട് വീഴുന്നതിന് മുമ്പ്, ഇരുട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ നമ്മൾ കടലിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗാനമേള നടപ്പുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാരണം ചൂളമരക്കാടിൻ്റെ ഉള്ളിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല പാട്ടുകളായിരുന്നു, നല്ല പഴയ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കേട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ, ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും ദൂരം, നിങ്ങൾ ഈ കാണുന്ന ദൂരം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ, വാക്കുവിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്, കടലിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ചെരുപ്പ് നമ്മൾ വേറെ ഊരി മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എവിടെയായാലും നമുക്ക് എന്തൊക്കെയായാലും പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഒന്ന് വേറെയാണ്. കാരണം പണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ഒരു കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഫാമിലിയായിട്ട് പോകുമ്പോൾ പോലീസുകാരുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ അധികം നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം തൊട്ടടുത്തേക്ക്, അതായത് ഒറ്റ താഴ്ചയിലോട്ടാണ് പോകുന്നത്. അതായത് തീരം പിന്നെ നീണ്ടു കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം വരുന്നത് കണ്ടാൽ മനസ്സിലാവും, വളരെ ശക്തിയായിട്ട് തന്നെ തിര അടിക്കുന്നുണ്ട്. അപ്പോൾ അതത്ര സേഫ് അല്ലാന്ന് തോന്നിയതിൻ്റെ പേരിൽ അധികം വെള്ളത്തിലിറക്കാതെ നമ്മൾ കുട്ടികളെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലിമിറ്റ്. അപ്പോൾ ഈ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.